കാലത്തെ കാർഷിക സംസ്കാരത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന കാഴ്ചയാണിത്. തുറുവൻകുഴിക്കളം എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തായപ്പുര. ടൺ കണക്കിന് നെല്ല് സംഭരിച്ച് വെക്കാവുന്ന, കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന വലിയ പത്തായം അടങ്ങുന്നതാണ് ഇത്തരം വലിയ വീടുകൾ. ഇതിൻ്റെയൊക്കെ സംരക്ഷണ ചുമതല വലിയൊരു ചെലവിൻ്റെ ഭാഗമായതിനാൽ പലരും ഇതിൻ്റെ സ്വാഭാവിക പതനത്തിന് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ മാറ്റി പുതുക്കി പണിയുകയോ ആണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ സരോജിനി ടീച്ചറുടെ ഈ കുടുംബം ഈ വീടിനെ കേടുകൂടാതെ ഏറെക്കുറെ സൂക്ഷിക്കുന്നുണ്ട്. പണ്ട് കാലത്തെ മഞ്ചലിൻ്റെ ഒരു തണ്ടാണ് ഈ ഇരിക്കുന്നത്, കണ്ടില്ലേ? കെട്ടി തൂക്കി വെച്ചിരിക്കുന്നത് ആ കെട്ട് കണ്ടില്ലേ, കയറ് കെട്ട്. ആ കെട്ടുള്ളത് മഞ്ചൽ തണ്ടാണ്, അതിലാണ് മഞ്ചലിലൂടെ കൊണ്ടുപോവുക. ഇത് ഇവർക്കൊക്കെ കണ്ടില്ലേ, ഈ വരാന്ത കണ്ടില്ലേ നിങ്ങൾ? ആ പഴയ കാലത്തെ പുതുമ അതേപോലെ നിലനിർത്തിയിരിക്കണം. അതൊരു വലിയൊരു സംഭവമാണ്. ഇതൊക്കെ ഇരുന്ന് സംസാരിച്ച് ഒക്കെ പാടത്തേക്ക് അഭിമുഖമായിട്ടാണ് പലപ്പോഴും വീട് വെക്കാറുള്ളത്. പടിപ്പുര കണ്ടില്ലേ, എന്ത് മനോഹരമാണല്ലേ! അവിടേക്കുള്ള സ്റ്റെപ്പുകളും ഒക്കെ നമ്മളെ ആ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ഇത്തരം കാഴ്ചകൾ. സ്റ്റെപ്പുകൾ കണ്ടില്ലേ? ഇനി ഇങ്ങനെ വന്ന് പടിപ്പുര. ഈ കാർഷിക ജോലിയിൽ ഏർപ്പെട്ടിട്ട് നിൽക്കുന്ന തൊഴിലാളികൾ, കർഷകർ ഒക്കെ ഇവിടെയാണ് ഇരുന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണിത്. ഇവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അക്കാലത്തെ പൂള അല്ലെങ്കിൽ ചേമ്പ് പറഞ്ഞില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ, കഞ്ഞി, മിക്കവാറും പൂള ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ കഴിച്ച് ഇവിടുന്ന് ഈ വയലിൽ ഇപ്പോഴും നെല്ലുണ്ടാക്കാറുണ്ട്. ഇവിടെ ഈ വയലിലാണ് അവർ ജോലി ചെയ്യാൻ. കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ഉണ്ടായിരുന്നു ആദ്യം വയലുകൾ. ഈ കല്ലിൻ്റെ പ്രത്യേകത കണ്ടില്ലേ? ഇത്തരം കല്ലുകൾ പല തോടുകൾക്കുണ്ട്. ചത്തല്ലൂരിൽ പല തോടുകൾക്കും ഇത്തരം കല്ലുകളുണ്ട്, ഇപ്പോഴുണ്ട്. ഇത് JCB കൊണ്ടുപോലും പൊക്കാൻ പറ്റാത്ത അത്ര വലിയ ഭീമാകാരമായിട്ടുള്ള കല്ലുകളൊക്കെ ഒരു വിസ്മയം തന്നെയാണ്. ഈ തോടുകൾക്ക് കുറുകെട്ടിരിക്കുന്ന ഇത്തരം കല്ലുകൾ ഇതൊരു വല്ലാത്തൊരു അനുഭവമാണിത്. ഇതൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തുന്നത് വരും തലമുറക്ക് വല്ലാത്തൊരു അറിവാണ് പകർന്നു നൽകുക. ഏതായാലും ആ കുടുംബത്തിന്, തുറുവൻകുഴി ടീച്ചർക്കും സരോജിനി ടീച്ചർക്കും എന്നെ പഠിപ്പിച്ച ഗുരുനാഥ എന്ന് പറയാം, അവർക്കും എല്ലാം ഇതിനി സംരക്ഷിച്ച് നിർത്തട്ടെ അവരെന്ന് ആഗ്രഹിക്കുകയാണ്. നേരത്തെ തുടക്കത്തിൽ കാണിച്ച അത് എൻ്റെ കൊട്ടിലെ എന്തോ പറയും തോന്നുന്നു, അവിടെ ആണ് നെല്ലൊക്കെ അവിടെ മെതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ അവിടെയാണ് ഉണ്ടാക്കുക. ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതില്ലേ?